നമസ്കാരം. പ്രധാന വാർത്തകൾ. വേദികളെ അമ്പാടിയാക്കി ഉണ്ണിക്കണ്ണന്മാരും രാധമാരും ദൃശ്യവിരുന്നൊരുക്കി ശോഭായാത്രകൾ. ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്തെങ്ങും വർണ്ണാഭമായ ശോഭായാത്രകൾ നടന്നു. ഉണ്ണിക്കണ്ണന്മാരും രാധമാരും ഗോപികമാരും അണിനിരന്ന ഘോഷയാത്രകൾ വേദികളെ അമ്പാടിയാക്കി. ആയിരക്കണക്കിന് ആളുകളാണ് വിവിധ സ്ഥലങ്ങളിൽ പാതയോരങ്ങളിൽ തടിച്ചുകൂടി കുട്ടികളുടെ കലാപരിപാടികളും നിശ്ചല ദൃശ്യങ്ങളും കണ്ടത്. ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തൊട്ടാകെ നൂറുകണക്കിന് ശോഭായാത്രകൾ നാടിന് ദൃശ്യവിരുന്നൊരുക്കി. കുട്ടികൾ ഉണ്ണിക്കണ്ണന്റെയും രാധയുടെയും വേഷം ധരിച്ചും ഗോപിക നൃത്തം അവതരിപ്പിച്ചും ഉറിയടിയും ഉൾപ്പെടെയുള്ള പരിപാടികളോടെയാണ് ഘോഷയാത്ര സമാപിച്ചത്. ബൈക്ക് കെട്ടിടത്തിലേക്ക് ഇടിച്ചു കയറി അപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം. പൂഞ്ഞാർ പനച്ചികപ്പാറ സ്വദേശി അഭിജിത്താണ് മരിച്ചത്. കോട്ടയം ഈരാറ്റുപേട്ട തൊടുപുഴ റോഡിലെ ഈലക്കയത്ത് വെച്ചാണ് അപകടമുണ്ടായത്. 28 വയസ്സായിരുന്നു. റോഡിലെ വളവ് തിരിയാതെ ബൈക്ക് നേരെ കെട്ടിടത്തിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. പുലർച്ചെയാണ് അപകടമുണ്ടായത്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ജോസ് നെല്ലേടത്തിന്റെ ആത്മഹത്യ, കൂടുതൽ അറസ്റ്റുകൾക്ക് സാധ്യത. വയനാട് മുള്ളൻകൊല്ലിയിൽ കോൺഗ്രസിൽ നേതൃമാറ്റത്തിന് സാധ്യത. മുള്ളൻകൊല്ലിയിലെ ഉൾപാർട്ടി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ KPCC പ്രത്യേക സമിതിയെ നിയോഗിക്കണമെന്ന് DCC ആവശ്യപ്പെട്ടു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇക്കാര്യത്തിൽ നടപടിയുണ്ടാകും. ഗ്രാമപഞ്ചായത്ത് അംഗം ജോസ് നെല്ലേടത്തിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേരിൽ നിന്നും പോലീസ് മൊഴിയെടുക്കും. ഇതിൽ കുടുംബങ്ങളും സഹപ്രവർത്തകരും ഉൾപ്പെടും. കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് തങ്കച്ചനെ കള്ളക്കേസിൽ കുടുക്കിയ സംഭവത്തിൽ കൂടുതൽ അറസ്റ്റുകൾക്കും സാധ്യതയുണ്ട്. കാൽനടക്കാരന്റെ ജീവനെടുത്ത അപകടം. വാഹനം ഓടിച്ചത് CI തന്നെ. തെളിവുകൾ നശിപ്പിച്ചു. കിളിമാനൂരിൽ കാൽനടയാത്രക്കാരന്റെ മരണത്തിനിടയാക്കിയ വാഹനം ഓടിച്ചത് പാറശാല സ്റ്റേഷൻ ഹൌസ് ഓഫീസർ CI P അനിൽകുമാർ തന്നെയെന്ന് അന്വേഷണത്തിൽ സ്ഥിരീകരിച്ചു. ഞായറാഴ്ച മേലുദ്യോഗസ്ഥന്മാരുടെ അനുമതിയില്ലാതെയാണ് പാറശാല സ്റ്റേഷൻ വിട്ട് അനിൽകുമാർ തട്ടത്തുമലയിലെ വീട്ടിലേക്ക് പോയത്. അനുമതിയില്ലാതെ പോയതുകൊണ്ടാണ് അപകടമുണ്ടായിട്ടും നിർത്താതെ പോയതെന്നാണ് വിവരം. അപകടമുണ്ടാക്കിയ അനിൽകുമാറിന്റെ വാഹനം കസ്റ്റഡിയിലെടുത്തു. സംഭവത്തിൽ പാറശാല CI P അനിൽകുമാറിനെതിരെ നടപടി ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പായി. റൂറൽ SP റേഞ്ച് IG രാവിലെ റിപ്പോർട്ട് നൽകി. CIയുടെ ഭാഗത്ത് ഗുരുതര വീഴ്ചയുണ്ടെന്നാണ് കണ്ടെത്തൽ. SHO അനിൽകുമാർ കുറ്റം സമ്മതിച്ചു. കോൺഗ്രസിനെ പ്രതിക്കൂട്ടിലാക്കി തിരുവഞ്ചൂരിന്റെ ശബ്ദരേഖ. പാർട്ടിയിലെ ആഭ്യന്തര പ്രശ്നങ്ങളിലും നേതാക്കളുടെ ആത്മഹത്യകളിലും പ്രതിരോധത്തിലായ വയനാട് കോൺഗ്രസ് നേതൃത്വത്തെ കൂടുതൽ പ്രതിരോധത്തിലാക്കി തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ഓഡിയോ ക്ലിപ്പ് പുറത്ത്. വയനാട് മുൻ DCC ട്രഷറർ NM വിജയൻ ആത്മഹത്യയിൽ കോൺഗ്രസ് നേതൃത്വത്തെ വിമർശിക്കുന്ന തിരുവഞ്ചൂരിന്റെ ഓഡിയോ ക്ലിപ്പാണ് പുറത്തു വന്നത്. രാഷ്ട്രീയത്തിൽ നേരും നെറിയും വേണമെന്നും വിജയന്റെ കുടുംബത്തിന്റെ പ്രശ്നം പരിഹരിക്കാൻ ഇടപെടൽ വേണ്ടതായിരുന്നുവെന്നും തിരുവഞ്ചൂർ പറയുന്നുണ്ട്. വിജയന്റെ കുടുംബാംഗങ്ങളുമായി നടത്തിയ കൂടിക്കാഴ്ചയിലെ സംഭാഷണങ്ങളാണ് പുറത്തു വന്നത്. വാക്കു പറഞ്ഞവർക്ക് പാലിക്കാൻ മര്യാദയുണ്ടായിരുന്നു. സെറ്റിൽമെന്റ് പാലിക്കാൻ വേണ്ടിയാണ് ഉണ്ടാക്കിയതെന്നും ചതിക്കാൻ വേണ്ടിയല്ലെന്നും തിരുവഞ്ചൂർ പറയുന്നുണ്ട്. ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്രയ്ക്കിടെ ആനയിടഞ്ഞു. പാലക്കാട് നഗരത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്രയ്ക്കിടെ ആനയിടഞ്ഞു. കുന്നത്തൂർമേടിലാണ് സംഭവം. ചെർപ്പുളശ്ശേരി മണികണ്ഠൻ എന്ന ആനയാണ് ഇടഞ്ഞത്. ആനയെ തളച്ചെന്നും ആശങ്കപ്പെടേണ്ടെന്നും അധികൃതർ പറഞ്ഞു. ആനയുടെ പാപ്പാന് നേരിയ പരിക്കേറ്റു. ഇടഞ്ഞ ആന പ്രദേശത്തെ വീടിന്റെ മുറ്റത്തേക്കെത്തി. കുന്നത്തൂർമേടിലെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്ന 9 ആനകളിലൊന്നാണ് മണികണ്ഠൻ. ഘോഷയാത്രയ്ക്കിടെ പെട്ടെന്ന് ആന ഇടയുകയായിരുന്നു. വയനാട് മുൻ DCC ട്രഷറർ NM വിജയന്റെ കുടുംബത്തിന്റെ സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കാൻ CPM തയ്യാറെന്ന് MV ജയരാജൻ. കുടുംബം ആവശ്യപ്പെട്ടാൽ അക്കാര്യം പരിഗണിക്കും. CPM നേതാക്കൾ വിജയന്റെ കുടുംബവുമായി ബന്ധപ്പെടുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ആത്മഹത്യക്ക് ശ്രമിച്ച NM വിജയന്റെ മരുമകൾ പത്മജയെ ബത്തേരിയിലെ ആശുപത്രിയിലെത്തി കണ്ട ശേഷമാണ് MV ജയരാജന്റെ പ്രതികരണം. ഗ്രൂപ്പ് തർക്കം കോൺഗ്രസുകാരുടെ ജീവനെടുക്കുന്നുവെന്ന് MV ജയരാജൻ വിമർശിച്ചു. തിരുവനന്തപുരത്ത് മുത്തച്ഛനെ ചെറുമകൻ കുത്തിക്കൊന്നു. തിരുവനന്തപുരം പാലോട് ഇടിഞ്ഞാർ സ്വദേശി രാജേന്ദ്രൻ കാണിയാണ് കൊല്ലപ്പെട്ടത്. ചെറുമകൻ സന്ദീപ് പാലോടാണ് രാജേന്ദ്രനെ കുത്തിക്കൊന്നത്. ഇരുവരും തമ്മിലുണ്ടായ വാക്കുതർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ രാജേന്ദ്രനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. സംഭവത്തിൽ ചെറുമകൻ സന്ദീപ് പാലോടിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൊല്ലം കുണ്ടറയിൽ വിവാഹത്തിനെത്തിയ യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ സർക്കാർ ഉദ്യോഗസ്ഥൻ അറസ്റ്റിൽ. ജൂനിയർ കോർപ്പറേറ്റീവ് ഇൻസ്പെക്ടറായ ചവറ തെക്കുംഭാഗം സ്വദേശി സന്തോഷാണ് അറസ്റ്റിലായത്. വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകുന്നതിനിടെ പ്രതി പോലീസിനെ ആക്രമിച്ചു. പ്രതി പോലീസിന് നേരെ അസഭ്യ വർഷവും നടത്തി. ആക്രമണത്തിൽ 2 പോലീസുകാർക്ക് പരിക്കേറ്റു.
ശോഭായാത്രക്കിടയിലേക്ക് കാർ ഓടിച്ചു കയറ്റിയെന്ന ആരോപണം. യുവാവിന്റെ കാർ തല്ലി തകർത്തതായി പരാതി. കുന്നംകുളം പഴഞ്ഞിയിലാണ് സംഭവം. പഴഞ്ഞി ജെറുസലേം സ്വദേശി ശരത്ത് ഓടിച്ചിരുന്ന കാറാണ് ബൈക്കിലെത്തിയ സംഘം അടിച്ചു തകർത്തത്. ശോഭായാത്രക്കിടയിൽ ഗതാഗതം നിയന്ത്രിച്ചവർ നൽകുന്ന നിർദ്ദേശത്തെ തുടർന്ന് ശരത്ത് കാർ മുന്നോട്ടെടുത്തതാണ് പ്രകോപനത്തിന് കാരണം. കാർ മുന്നോട്ട് പോയതിൽ പ്രകോപിതരായ ചിലർ പിന്തുടർന്നെത്തി വാഹനം അടിച്ചു തകർക്കുകയായിരുന്നു. സ്ഥലത്തുണ്ടായിരുന്ന പോലീസുകാരോട് പരാതി പറയാൻ ചെന്നെങ്കിലും സംഘം വീണ്ടും ശരത്തിനെ തടയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായും പരാതിയുണ്ട്.